ब्रह्मणाम् ब्रह्मणस्पत नः शृण्वन्नोतिभिस्सीदसादनम् निषुधीलगणपते गणेषु त्वामाहुर्विप्रथमम् कवीनाम्. തൃശൂർ തെക്കേമഠം ആമ്നേയപീഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 23 മുതൽ 25 വരെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ സഹകരണത്തോടെയായിരുന്നു ദേശീയ സെമിനാർ. സംസ്കൃത സാഹിത്യത്തിന് ശങ്കരമഠങ്ങൾ നൽകിയ സംഭാവനകൾ എന്നതായിരുന്നു വിഷയം. ത്രിദിന സെമിനാറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനറൽ കൺവീനർ ശ്രീ വടക്കുംപാട് നാരായണൻ. ശ്രീശങ്കര ഭഗവത്പാദര് അദ്വൈത വേദാന്ത പ്രചരണത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ 4 ഭാഗങ്ങളിലായി ഓരോ മഠങ്ങൾ സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർ ഓരോരുത്തരെ ഓരോ മഠത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ശങ്കരാചാര്യസ്വാമികളുടെ നിർദ്ദേശപ്രകാരമാണത്രേ അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാരും അവരവരുടെ പേരിലായിട്ട് 4 മഠങ്ങൾ സ്ഥാപിച്ചത് തൃശ്ശൂരാണ്. വടക്കുനാഥനുമായിട്ടുള്ള ബന്ധവുമൊക്കെ കൂടി കണക്കെടുത്തിട്ടായിരിക്കാം തൃശ്ശൂർ പടിഞ്ഞാറേച്ചിറയുടെ തീരത്തായിട്ട് ഒരൊറ്റ ബിൽഡിങ്ങിൽ 4 മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. വടക്കേ മഠം, നടുവിൽ മഠം, ഇടയിൽ മഠം, തെക്കേ മഠം, ഇങ്ങനെ 4 മഠങ്ങളാണ് സ്ഥാപിച്ചത്. അതിൽ ശങ്കരാചാര്യസ്വാമികളുടെ പ്രഥമ ശിഷ്യനായിട്ടുള്ള പത്മപാദാചാര്യർ സ്ഥാപിച്ചതാണ് തെക്കേ മഠം. ഈ തെക്കേ മഠത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ 3 ദിവസത്തെ നാഷണൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സുമായി സഹകരിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സെമിനാറിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ശങ്കരാചാര്യസ്വാമികളെ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ ഒക്കെ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ പലർക്ക് തൃശ്ശൂർക്കാർക്ക് പോലും അറിയില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ളതാണ് ഈ തൃശ്ശൂർ 4 മഠങ്ങളുണ്ടായിരുന്നു എന്നുള്ള കഥ. അപ്പോൾ ഇവിടെ ഉള്ളതായ ഇപ്പോൾ നിലവിലുള്ളതായിട്ടുള്ള 3 മഠങ്ങളുണ്ട്. 2 സന്യാസി മഠങ്ങൾ, അതായത് മറ്റേ തെക്കേ മഠവും നടുവിൽ മഠവും എന്ന് പറഞ്ഞിട്ടുള്ള 2 സന്യാസി മഠങ്ങളും, വടക്കേ മഠം എന്ന് പറയുന്ന സന്യാസി മഠം വേദപാഠശാലയായിട്ട് മാറി എന്നുള്ളത്. അങ്ങനെയുള്ള ഇപ്പോൾ നിലവിലുള്ളതായിട്ടുള്ള ഈ 3 മഠങ്ങൾ, ഈ 3 മഠങ്ങളെയും ഒക്കെ ഒന്ന് പ്രധാനമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ സന്യാസി മഠങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഉണ്ടായിരുന്ന അതിപ്രഗത്ഭരായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, മഹാപണ്ഡിതന്മാരായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ കൃതികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ആ ലക്ഷ്യത്തിലാണ് ഒരു അവബോധം ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ച്, ശങ്കരമഠങ്ങളെ, കേരളത്തിലെ ശങ്കരമഠങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ ഒരു ധാരണ ഉണ്ടാവാൻ പാകത്തിൽ ഉള്ള ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അവബോധമുണ്ടാകാൻ സഹായിക്കുന്ന വിധത്തിൽ പ്രധാനപ്പെട്ട 10 പേപ്പറുകൾ അവതരിപ്പിക്കുക. അതിൻ്റെ കോൺട്രിബ്യൂട്ടറി ആയിട്ട് വേറെയും 10 പേപ്പർ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള 3 ദിവസത്തെ സെമിനാറാണ് സംഘടിപ്പിച്ചത്. उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे ദേശീയ ഗാനത്തിന് ശേഷം പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ജനറൽ കൺവീനർ ശ്രീ വടക്കുംപാട് നാരായണൻ സ്വാഗതം ആശംസിച്ചു. തെക്കേ മഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിയുടെ അനുഗ്രഹ ഭാഷണം സദസ്സിനെ ധന്യമാക്കി. നമുക്ക് അതീതമായിട്ടൊരു ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ ജാതിയില്ല, മതമില്ല. ആ ശക്തിയെ നമ്മൾ പലതായിട്ട് പേര് വിളിക്കണമെന്ന് മാത്രം.
ഒരു വിഭാഗം ക്രിസ്തു എന്ന് വിളിക്കുന്നു, ഒരു വിഭാഗം നബി എന്ന് വിളിക്കുന്നു, ഒരു വിഭാഗം കൃഷ്ണൻ എന്ന് വിളിക്കുന്നു. എല്ലാം ഒരു ശക്തി തന്നെയാണ്. ഈ മാനവധർമ്മം എന്ന് പറയുന്നത് ആ ശക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ ആചാര്യന്മാർ പലതരത്തിലുള്ള ഉപായങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഈ കലികാലത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഈ സന്യാസിമാരുടെയൊക്കെ മകുട ഉദാഹരണമായിട്ടുള്ള ഒരാൾ വേറെ ആരുമല്ല, നമ്മുടെ കേരളത്തിൽ കാലടിയിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികൾ, ഭഗവത്പാദർ. അദ്ദേഹത്തിനോളം പണ്ഡിതനായിട്ട് ഈ കലികാലത്തിൽ ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മുഴുവൻ സംസ്കൃത ഭാഷയിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. എന്നാൽ അത് വെറും മഠങ്ങൾക്കായിട്ട് മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓരോന്നും രചിച്ചിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ ശ്രീ പി ചിത്ര നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. Madam and other Madhams, Shankara Madhams of Trichur have been existing for more than 1,000 years. Shankara himself has instructed his disciples to start 4 Madhams here. You all know Shankara was born in Trichur. His parents, who had been childless for a number of years, had prayed to Vadakkanathan Shiva that a son may be given to them. After long prayers, it seems Shankara appeared before them. Vadakkanathan, in the form of Shankara, appeared before them and said, I will give you a son. But you must tell me an answer to my question. I shall give you a son who is long lived, 80, 90 or 900 years, but a little dull. Or I shall give you a son who is short-lived, 20, 25, 30, and not more, but brilliant. Whom do you want? They were certainly, it was very difficult to answer the question, but they considered, the people considered all the aspects of the problem and told Shiva, Vadakkanathan, that they want the short-lived, brilliant son. So was born Shankara in Trichur town, near the place. So Trichur is very important for him. That is why he wanted 4 mathas, Shankara Madhams in Trichur. He had already started 4 mathas in India, different parts of India. That is one in Badrinath, one in Puri, one in Dwaraka, the other one in Sringeri. Now he wanted 4 Madhams to be started here. And though they were started, Tekke Madham was an important one, started by one of his disciples, Palmapada. ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ചെറു രാജ്യങ്ങളായി വിഭജിച്ചു കിടന്നിരുന്ന ഭാരതഭൂവിനെ ആധ്യാത്മിക സംസ്കാരത്തിലൂടെ ഒരുമിച്ചു ചേർത്ത ആചാര്യശ്രേഷ്ഠനാണ് ശങ്കരാചാര്യർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തേക്കെ മഠം, which belongs to the Padmapada lineage of Shri Shankar tradition, rightly follows the customs and rituals of the Govardhan Peetham of Puri, which was established by Shri Shankaracharya and later on handed over to Shri Padmapadacharya. Such an ancient center collaborating with Indira Gandhi National Center for Arts shows a genuine and keen desire to convey the eternal relevance, Sanatan Prasangikta of Indian spirituality to the present generation. Indira Gandhi National Center for Arts, New Delhi, has been actively encompassing the study and experience of the arts and preserving the distributed fragments of Indian art and culture since 1985. While standing here, this sacred premises, our minds bow in reference to Jagat Guru Adi Shankaracharya, who embodied the full spirit of India's culture, its noble philosophy of Sanatan Dharma, and unmatched spirituality. Last week I was in Ahmedabad. I am not able to restrain myself from departing from the prepared text. Something comes to mind which I find is important. I was in Ahmedabad and I sat there. I said we had kingdoms, princely states. Even at the time of independence, there were more than 567 states. And it was a Herculean task to merge them into one single unit, which was performed by our first Deputy Prime Minister, Shri Sardar Patel. You can imagine, since centuries back, India was badly divided. The power holders were not, it was beyond them to create unity. But a young ascetic comes from Kerala, goes around the country, and whatever Shankaracharya achieved in his short span of life cannot be summed up in few minutes. But one thing which he gave to this country was great awareness of spiritual and cultural unity. India was divided into political units, but thanks to Adi Shankaracharya, the Indians became aware of their deeply seated spiritual and cultural unity. ചടങ്ങിൽ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇന്ദിരാഗാന്ധി
നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ EN സജിത്ത്, കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ്, തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ് ചടങ്ങിന് ആശംസകൾ നേർന്നു. പ്രോഗ്രാം കൺവീനർ ശ്രീ മോഹൻ വെങ്കടകൃഷ്ണൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വൈകുന്നേരം ശ്രീ തൃപ്പൂണിത്തുറ N രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച ഘടലയ തരംഗം അരങ്ങേറി. വിവിധ വാദ്യോപകരണങ്ങളുടെ സമന്വയത്താൽ വ്യത്യസ്തമായ ഒരു കേൾവി അനുഭവമാണ് സദസ്സിന് പ്രദാനം ചെയ്തത്. ശ്രീ എടമന വാസുദേവന്റെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ത്രിദിന സെമിനാറിന്റെ സമാപന സമ്മേളനം മാർച്ച് 25 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ചത്. പുനരതു സരസം ഭുക്തി ചെയ്യുന്ന നേരം കഷ്ടം കാട്ടുന്നതെല്ലാം കളമൊഴി ജനനീ കേട്ടു കോപിച്ചിടുമ്പോൾ പെട്ടെന്നൊട്ടല്ല പൊട്ടിക്കളവൊടു കരയും കണ്ണനെ കൈതൊഴുന്നേ. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ EN സജിത്ത് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. MLA ശ്രീ P ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷനായി. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലായാലും ശങ്കരൻ്റെ ഏത് കൃതികളെടുത്തു നോക്കിയാലും മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന അത് നീയാണ്, നിന്നിലാണ് സർവസ്വം, നിന്നെ വിട്ട് മറ്റൊരു ദൈവമില്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള താരതമ്യം എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തപ്രകാരം ശങ്കരൻ വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയും അതിനകത്തേക്ക് വളരെ ശുദ്ധമായ വിശുദ്ധമായ ചില പരികൽപ്പനകൾ പൗരസ്ത്യ മീമാംസയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. കാശ്മീരി ബ്രാഹ്മണ സമൂഹം വികസിപ്പിച്ചെടുത്ത സംസ്കൃത സാഹിത്യത്തിൻ്റെ ഒറിജിൻ നമുക്ക് പരിശോധിച്ച് ചെന്നാൽ അത് ശങ്കരനിൽ കണ്ടെത്തുക സാധ്യമാണ്. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതുകൊണ്ട് സംസ്കൃതമോ ശങ്കര ദർശനമോ
എത്രമാത്രം പ്രസക്തി നേടും എന്നെനിക്ക് പറയാൻ പറ്റില്ല. കുറേ ഡോക്ടർമാരുണ്ടാവും, കുറേ റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവും, കുറേ അധ്യാപകരുണ്ടാവും, കുറേ വിദ്യാർത്ഥികളുണ്ടാവും, ശങ്കരൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാവും, വേദപാഠശാലകളുണ്ടാകും. പക്ഷേ മനസ്സിൽ ശങ്കരനുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മനസ്സിൽ ശങ്കരനുണ്ടെങ്കിൽ നാം നമ്മുടെ മനസ്സിലേക്കാണ് നോക്കേണ്ടത്. പുറത്തൊരാളില്ല എന്ന് തിരിച്ചറിയുകയും സ്വയം നവീകരിക്കാനുള്ള ആദർശ ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാകുകയും ചെയ്യുക എന്നുള്ളതാണ്. രാജ്യം ശങ്കര ദർശനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാലമാണിത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ പ്രചാരം സിദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീമതി മീനാക്ഷി ലേഖി പറഞ്ഞു. Kerala has a significant position in Bharat. This bit of land has its own unique traditions and heritage, which, according to our beliefs, were largely set up by Lord Parshuram, who retrieved this land from the oceans. In our great epics and Puranas, the unique cultural traditions of Kerala and their connection with Lord Parshuram is mentioned. Hence, it is no surprise that this part of our nation is called God's own country. In the contemporary world, the name of Kerala is synonymous with scenic beauty and natural living. In my opinion, the Vedic tradition and diverse cultures of Kerala should also get a focus. We all know the magnificent contributions of Sri Adi Shankaracharya, who was born in Kerala, in our nation's philosophical, theological and religious sphere. The nation is taking various steps to enable everyone to understand Sri Shankara's teachings. The usefulness and effectiveness of our cultural values and traditional wisdom are nowadays very much appreciated across the world. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ AV വല്ലഭൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി പൂർണിമ സുരേഷ് ആശംസകൾ അറിയിച്ചു. കൺവീനർ ശ്രീ വടക്കുംപാട് നാരായണൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. നെടുമ്പള്ളി രാംമോഹനും സംഘവും അവതരിപ്പിച്ച കഥകളി സംഗീത കച്ചേരിയോടുകൂടി ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. വരുണാലയമിന്നു മരുഭൂമിയാക്കുവൻ, വരുണാലയമിന്നു മരുഭൂമിയാക്കുവൻ, വരുണാലയമിന്നു മരുഭൂമിയാക്കുവൻ, വരുണാലയമിന്നു മരുഭൂമിയാക്കുവൻ, ധരണിധരങ്ങളെയും ധന്യശീല, ധരണിധരങ്ങളെയും ധന്യശീല, തകർത്തിടുവനധുന താവകീന, തകർത്തിടുവനധുന താവകീന, കരുണയതി മയി തരുണദിനമണി, കരുണയതി മയി തരുണദിനമണി, കിരണ പരിലസരുണ സരസിജ, കിരണ പരിലസരുണ സരസിജ, മതൃണ മൃദുതര ചരണ നത ചരണ കൗസ്തുഭാഭരണ, ചരണ നത ചരണ കൗസ്തുഭാഭരണ, കരുണയതി മയി തരുണദിനമണി, കിരണ പരിലസരുണ സരസിജ, മതൃണ മൃദുതര ചരണ നത ചരണ മാധവ ജയ ശൗരേ.